ഏകാന്തത നിറഞ്ഞ ഒരു കലുഷിതമായ ഒരു ഹൃദയവുമായാണ് അവൻ അന്ന് ആ ഗത്സമേൻ തോട്ടത്തിലേക്ക് കയറിപ്പോയത്. അനാദി മുതൽ യുഗാന്ത്യം വരെ ലോകം പേറുന്ന പാപത്തിന്റെ ഭാരം പച്ച മനുഷ്യനായി സ്വന്തം ശരീരത്തിൽ അനുഭവിച്ച്, എന്നാൽ ഒരു നിമിഷാർദ്ധം പോലും പാപത്തിന് തന്നെ വിട്ടുകൊടുക്കാതെ പിതാവിനോടുള്ള തൻ്റെ സ്നേഹം അഗ്നിശുദ്ധി ചെയ്ത ക്രിസ്തു തൻ്റെ വിയർപ്പ് തുള്ളികൾ ചോരത്തുള്ളികളാക്കി ദൈവഹിതത്തിന് പൂർണ്ണമായി സമർപ്പിച്ചു. അതിനാലാകാം ഒരു കച്ചിത്തുരുമ്പ് എന്ന നിലയിൽ ശിഷ്യരോട് തന്നോടൊപ്പം തൻ്റെ വേദനയിൽ ഉണർന്നിരിക്കണമെന്ന് അപേക്ഷിച്ചത്. പക്ഷേ ഒരു കല്ലേറ് ദൂരം അവരുടെ കാഴ്ചകളെ നന്നേ മറച്ചു. ജീവിതം മുഴുവൻ മറ്റുള്ളവരെ ചേർത്ത് പിടിച്ചവന് ഏകാന്തതയിൽ കൂട്ടായത് ഉറ്റവരുടെ നിസ്സംഗതയും തിരസ്കരണവും. ഉണർന്നിരിക്കേണ്ടവർ ഉറങ്ങിയപ്പോഴും ഒരാൾ മാത്രം ഉറങ്ങിയില്ല, യൂദാസ് കറിയോത്ത. ഈശോ തൻ്റെ പിതാവിൽ നിന്ന് ശക്തി സ്വീകരിക്കാൻ ഉണർന്നിരുന്നപ്പോൾ എല്ലാവരാലും ഒറ്റപ്പെടുത്തപ്പെട്ടവനെ ഒറ്റിക്കൊടുക്കുവാൻ യൂദാസും ഉണർന്നിരുന്നു. ഗുരുവിന്റെ മൂല്യം തിരിച്ചറിയാത്ത യൂദാസ് തിരിച്ചറിഞ്ഞ പണത്തിന്റെ മൂല്യത്തെ സ്വന്തമാക്കാനാണ് ആ രാത്രി ഉറക്കമൊഴിച്ചത്. യൂദാസ് എന്ന കറുത്ത കുപ്പായക്കാരൻ ലക്ഷ്യമുറപ്പിച്ചതോടെ മാർഗത്തിന്റെ കഷ്ടതകൾ നിസ്സാരമായി കണക്കാക്കി. ലക്ഷ്യത്തിന് മൂല്യം കൽപ്പിക്കാത്ത ശിഷ്യരാകട്ടെ മാർഗ തടസ്സങ്ങളിൽ കുടുങ്ങി മയക്കത്തിലേക്ക് വഴുതി. ശിഷ്യരുടെ കാഴ്ച ഒരു കല്ലേറ് ദൂരത്തിൽ മങ്ങിപ്പോയപ്പോൾ ക്രിസ്തുവിന്റെ എന്നെയും നിന്നെയും കുറിച്ചുള്ള കാഴ്ച തെളിമയുള്ളതായിരുന്നു. ആ തെളിമ കുരിശിന്റെ വിരിമാറോളവും പിന്നീടങ്ങോട്ട് നാവിലലിയുന്ന ദിവ്യകാരുണ്യത്തോളവും വിശാലമായിരുന്നു. ആത്മാവിൽ പള്ളി പണിയുന്ന, ഞാനാകുന്ന സക്രാരിയിൽ കുടികൊള്ളാൻ ആഗ്രഹിക്കുന്ന ക്രിസ്തു സ്നേഹത്തിന്റെ തീവ്രത പ്രാർത്ഥനാ മണിക്കൂറുകളിലെ തടസ്സങ്ങളെ അതിജീവിക്കാൻ എന്നെ പ്രേരിപ്പിക്കുന്നുണ്ടോ? അതോ ഞാനും ഒരു കല്ലേറ് ദൂരം മാറി മയക്കത്തിലാണോ?